ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോഡി വിടണം പറഞ്ഞു. അത് ഞങ്ങൾ അവിടെ കൊണ്ട് തന്നെ അന്ന് ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി ബാക്കി കാര്യങ്ങളെല്ലാം നിർവഹിച്ച് ആ ബോഡി കയറ്റി വിട്ടപ്പോഴും ബോഡിയുടെ മുമ്പിൽ വന്ന് പറയുകയായിരുന്നു. നിങ്ങൾ കണ്ടില്ലേ, ബോഡിയുടെ മുമ്പിൽ പ്രതിപക്ഷ MLA ഉൾപ്പെടെ കയറി വണ്ടിയുടെ ബോണത്ത് കയറി കൊണ്ടുപോകാൻ പറ്റിയായിരുന്നു. അപ്പോൾ അത് രാഷ്ട്രീയം കഴിഞ്ഞ രൂപത്തിലേക്ക് വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ സംബന്ധിച്ച് അവരുടെ ആശയം നടത്തേണ്ട രൂപത്തിൽ തന്നെ ആശയം നടത്തുന്നവരുടെ ബന്ധുക്കളുമായിട്ട് അപ്പോൾ തന്നെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആ സംസാരിച്ച് അവർ പറഞ്ഞ ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിവിടണം. പോസ്റ്റ്മോർട്ടം നടത്തിവിട്ടു. ആ കുട്ടിയുടെ ചികിത്സ ഭാവി അത് പൂർണ്ണമായി ഉറപ്പാക്കുന്നു പറഞ്ഞു. രണ്ടാമത്തെ കാര്യം ഇതിന് ആവശ്യമായ ധനസഹായം അത് ചെയ്യാൻ മുഖ്യമന്ത്രിയോട് ആലോചിക്കാമെന്ന് തീരുമാനിക്കുന്നത്. മൂന്ന്, ഈ കാര്യത്തിൽ അവരുടെ ഭാവിയെ സംബന്ധിച്ച് എന്തെങ്കിലും വിഷയത്തുണ്ടാകും. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വളരെ വിഷമം നിറഞ്ഞൊരു നിമിഷങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോയിട്ടുള്ളത്. നമ്മളെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ഓടിച്ചെല്ലുന്നിടമാണ് ഹോസ്പിറ്റലുകൾ. അങ്ങനെ ചെല്ലുന്നിടത്ത് തന്നെ നമ്മുടെ ജീവൻ പൊലിയുന്നൊരവസ്ഥ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നിട്ടുള്ള സംഭവം എല്ലാവരും കണ്ടത് തന്നെയാണ്. അതിൽ പലരും ന്യായീകരണങ്ങളുമായിട്ട് എത്തി. ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് പോലും അന്വേഷിക്കാതെ അല്ലെങ്കിൽ അത് മറച്ചു വെച്ച് ഒരു ജീവൻ പൊലിയുന്നത് വരെ കാത്തിരുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. കുടുംബത്തിന്റെ നെടുന്തൂൺ എന്ന് വേണമെങ്കിൽ പറയാം. അമ്മ നഷ്ടപ്പെട്ട മക്കളുടെ വേദന എന്താണെന്ന് ഈ വന്ന് ന്യായീകരിക്കുന്നവർക്ക് അറിയില്ല, അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഒരു അപകടം നടക്കുമ്പോൾ അവിടെ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ എന്ന് ചിന്തിക്കാതെ ഉടനെ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു വെച്ചു അവിടെ ആരുമില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് കടക്കാത്ത ഏരിയ ആണ്. അത്രത്തോളം മറച്ചു വെക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണോ ഇതൊക്കെ? അവിടെ നിരോധിത മേഖലയാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് പോലെയാണ് അവർ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു തരത്തിലും ആ രക്ഷാപ്രവർത്തനം പെട്ടെന്നാവാൻ പോലും കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രക്ഷാപ്രവർത്തനം വൈകിയത് കൊണ്ട് തന്നെ ആയിരിക്കാം ആ ഒരു ജീവൻ പൊലിയേണ്ടി വന്നത്. ആ കുട്ടിയുടെ ചികിത്സ ഇനി ഫുൾ അവര് നോക്കിക്കോളാം, അതുപോലെ തന്നെ വീട്ടിലേക്ക് ധനസഹായം ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ അമ്മയെ തിരിച്ചു കിട്ടുമോ? ഇല്ലല്ലോ. ഒരു അമ്മ നഷ്ടപ്പെട്ടവന് മാത്രമേ അതിന്റെ വേദന മനസ്സിലാവുകയുള്ളൂ. എത്ര പണമോ കാര്യമോ ഉണ്ടെങ്കിലും ഓരോ നിമിഷവും ഇഞ്ചിഞ്ചായി മരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. പറഞ്ഞതും ചെയ്തതുമായ അനാസ്ഥകൾക്കൊടുവിൽ വന്ന് ഇതേപോലെയുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തത് കൊണ്ട് എന്താണ് കാര്യമെന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ന്യായീകരണങ്ങളല്ലാതെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് മാത്രം കമന്റുകളിലൂടെ പറയുക. ഈ കപ്പൽ ആടി ഉലയുകയാണ്, പക്ഷേ അത് നിങ്ങളുടെ ദുസ്വപ്നമാണ്. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിലെ ഗുരുതരമായ അനാസ്ഥയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 2.5 മണിക്കൂറിന് ശേഷമാണ് കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു സ്ത്രീ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന വിവരം സ്ഥിരീകരിക്കാനായതേ ഉള്ളൂ. അതായത് ഈ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തിരുന്നാണ്. ഈ ബിൽഡിംഗ് ടോട്ടലി നമ്മൾ ഇത് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനം എടുത്ത് നമ്മൾ നിർമ്മാണം പൂർത്തീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ ഷിഫ്റ്റിംഗ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളതാണ്. അപ്പൊ അവിടെ ഇത് അടച്ചിട്ടിരുന്നത് കൊണ്ട് വാസ്തവത്തിൽ മറ്റ് പ്രയാസങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. പിന്നെയും ന്യായം പറയുകയാണ്. പറഞ്ഞു വെച്ച വാക്കുകൾ തിരിച്ചു മാധ്യമങ്ങൾ ചോദിക്കുകയാണ്. ഏതവസരത്തിലാണ് അങ്ങനെ പറയേണ്ടി വന്നത്? അവിടെ ആൾതാമസമില്ലാത്ത അല്ലെങ്കിൽ ആളുകൾ ഇല്ലാത്ത ഉപയോഗശൂന്യമായ സ്ഥലമാണ് എന്ന് പറഞ്ഞത് അത് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയല്ലേ എന്നുള്ള രീതിയിൽ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോഴും അതിനെ ന്യായീകരിക്കുക തന്നെയാണ് അവർ ചെയ്യുന്നത്. അറിയാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക, ഇല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും. എന്തായാലും ആഘോഷങ്ങൾക്കൊടുവിൽ വളരെ വലിയ തിരിച്ചടികൾ തന്നെയാണ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് അംഗീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. സ്വന്തം തെറ്റുകൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ അത് അംഗീകരിച്ചില്ലെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ പരാജയം തുടങ്ങുന്നത് എന്ന് നിങ്ങൾ ഓർത്തു വെച്ചോളുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ബാത്റൂം ഉണ്ട്, പൊട്ടി പൊളിഞ്ഞിരിക്കുക. പൊട്ടി വിടുന്നിരിക്കുക. ഇല്ല, അതിന് തൊട്ട് മുമ്പ് ഞാൻ കൈ കഴുകി വെച്ച് പോയതാ. അതെ, ഫുഡ് കഴിക്കാൻ. അതെ, 10ാം വാർഡ് ന്യൂറോളജി സർജറി നടത്തിയേക്കണ വാർഡില് ഉപയോഗിക്കണതാ. ഉപയോഗിച്ചോണ്ട് ഞങ്ങളൊക്കെ അതിനെ മെഡിക്കൽ കോളേജ് പോലെ ഒരു കെട്ടിടത്തിൽ ഒരു സ്ഥാപനത്തിൽ ഒരു കെട്ടിടം തകർന്നു ഒരു സ്ത്രീ മരിച്ചിരിക്കുകയാണ്. പരിശോധിക്കാമെന്നുള്ളതിനപ്പുറം കാലപ്പഴക്കം ഒരു കെട്ടിടം ഇങ്ങനെ ഇവിടെ പ്രവർത്തിച്ചു, അതിൽ രോഗികൾ കയറി ഇറങ്ങി ശൗചാലയ ആവശ്യത്തിന് വേണ്ടി പോയി എന്നുള്ളത് ഗുരുതരമായ ഒരു വീഴ്ച. സമ്മതിക്കാൻ നോക്കൂ, 2013 ഒരു കത്താണ്. 2013 ഒരു കത്താണ്. അതിനുശേഷം അല്ല, ഞാൻ പറയട്ടെ, 2016 ഇതിനൊരു ഫണ്ട് വെച്ച് തന്നെ. നോക്കൂ, ഇവിടെ നിങ്ങൾ നോക്കൂ, ഇത് കേൾക്കൂ. 2013 കെട്ടിടത്തിന് പാകപ്പിഴകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിട്ടും അവിടെ വീണ്ടും ആൾക്കാരെ പാർപ്പിച്ചു എന്നുള്ള കാര്യം നമ്മൾ വിട്ടുകളയുക അല്ലെ. എന്തായാലും ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തള്ളി അവിടുത്തെ രോഗികൾ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാരും പറയുന്നുണ്ട് 3 ബാത്റൂം ഉണ്ടായിരുന്നതിൽ 2 എണ്ണം ഉപയോഗിച്ചു കൊണ്ടിരുന്നത് തന്നെയാണ്. അല്ലെങ്കിൽ ഇവർ അവിടെ അടച്ചിടണമായിരുന്നു, ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്യണമായിരുന്നു.
അതിലൂടെ പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ തന്നെയാണ് അവിടെ ഉള്ളത് ഇപ്പോഴും. അതിനുശേഷം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അടിയോടെ എല്ലാം പെറുക്കിയെടുത്ത് മാറ്റി വെച്ചിട്ട് അവിടെ ആൾതാമസമില്ലായിരുന്നു, അല്ലെങ്കിൽ അവിടെ ആൾക്കാരെ ചികിത്സിച്ചിട്ടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഇതേ മാധ്യമങ്ങൾ തന്നെ അടുത്ത വീഡിയോയുമായിട്ട് എത്തുന്നുണ്ട്. അത് കണ്ടാൽ നമ്മൾക്ക് മനസ്സിലാകും അവിടെ ആളുകൾ ഉണ്ടായിരുന്നോ അതോ കുറെ കാലങ്ങളായി അടച്ചിട്ടിരുന്നതാണോ എന്ന്. എന്തായാലും അരിയാഹാരം കഴിക്കുന്നവൻ എന്തായാലും മനസ്സിലാകുമെന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. എന്തിനാണ് ഇങ്ങനെ ന്യായീകരിക്കുന്നത്? തെറ്റങ്ങ് അംഗീകരിച്ചു കൊടുത്തുകൂടെ? അല്ലെങ്കിൽ ഒരു ജീവനാണ് അവിടെ പൊലിഞ്ഞിട്ടുള്ളത്, എന്നിട്ടും ന്യായീകരണങ്ങളുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. പിന്നെയും ന്യായം പറയുകയാണ്. എന്താ ഒഴിപ്പിച്ച ബിൽഡിംഗ് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പ്രവേശനം നിരോധിക്കപ്പെട്ട ബിൽഡിംഗ് എന്ന് പറയുന്നതിനകത്ത് കയറി ആ ദൃശ്യങ്ങളൊന്ന് കാണിക്കാവോ? അതിൽ നിന്ന് വളരെ വ്യക്തമാണ് അത് ഒരു ഒഴിപ്പിച്ച കെട്ടിടവുമല്ല, അവിടെ രോഗികളെ കിടത്തി ചികിത്സിക്കുന്ന കെട്ടിടമാണെന്ന് വളരെ വ്യക്തമാണ്. ഈ പറയുന്ന ശൗചാലയ ബ്ലോക്ക്, ആ ബ്ലോക്കിൽ വെള്ളമുണ്ടെങ്കിൽ അവിടെ പോയി ആളുകൾ ഈ പറയുന്ന പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാതിരിക്കുമോ? പോയി കുളിക്കാതിരിക്കുമോ? പ്രേക്ഷകർ ഈ കാണുന്ന ദൃശ്യങ്ങൾ ഈ പറഞ്ഞ ഒഴിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന അതിന്റെ ദൃശ്യങ്ങൾ നോക്കൂ. അവിടെ കുപ്പിയുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ പറയണം. ഒരു തരത്തിലും പേടിക്കാതെ പല ചോദ്യങ്ങളും മുന്നോട്ട് കൊണ്ടുവന്നു എന്നുള്ളത് നമ്മൾ പ്രശംസിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും ചങ്കൂറ്റത്തോടെ അങ്ങനെ ചോദ്യങ്ങൾ അവർക്ക് മുന്നിൽ ചോദിച്ചത് കൊണ്ട് തന്നെയാണ് വായടച്ച് പലർക്കും ഇരിക്കേണ്ടി വന്നത്. ഇതൊന്നും പോരാതെ ചർച്ചയിൽ അവിടെ തന്നെ പഠിക്കുന്ന MBBS വിദ്യാർത്ഥി തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. മെഡിക്കൽ കോളേജിന്റെ പല കെട്ടിടങ്ങളും വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഇത് ഇത്രയും നാളും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 11-14 വാർഡുകളിലെ ഒരു ഭാഗത്തുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് ഇപ്പോൾ ഇടിഞ്ഞു പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജും ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ VN വാസവനും അവിടെ എത്തിയതിനു ശേഷം ആദ്യം നടത്തിയ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അതിന് അടിയിൽ ആരുമില്ല, അല്ലെങ്കിൽ അവിടെ ആരും ഉപയോഗിക്കാത്ത കെട്ടിടമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അധികം ചെല്ലേണ്ടതില്ല എന്ന രീതിയിൽ തന്നെ ഒരു സന്ദേശമാണ് എല്ലാവർക്കും ചെന്നത്. സ്വാഭാവികമായിട്ടും ഒരു സംസ്ഥാനത്തിന്റെ 2 ക്യാബിനറ്റ് മന്ത്രിമാർ പറയുന്ന കാര്യത്തെ എല്ലാവരും ആ രീതിയിലായിരിക്കും ഉൾക്കൊള്ളുക. ആ 2 വാർഡുകളിലും ചികിത്സ നടക്കുന്ന വാർഡുകളാണ്. അതിൽ വാർഡ് 11 എന്ന് പറയുന്നത് സർജറിയുടെ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡാണ്. വാർഡ് 14 എന്ന് പറയുന്നത് സർജറിയുടെയും ഓർത്തോപെഡിക്സിന്റെയും പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്ന വാർഡാണ്. ആ വാർഡിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള പോർഷൻ, ആ പോർഷനിലാണ് ഇപ്പോൾ ഈ ഇടിവുണ്ടായിരിക്കുന്നത്. ആ ലെഫ്റ്റ് സൈഡിൽ പേഷ്യൻസിനെ കിടത്തുന്നില്ല, അത് സത്യമാണ്. റൈറ്റ് സൈഡിനോട് ചേർന്നാണ് പേഷ്യൻസ് കൂടുതലായും കിടക്കുന്നത്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ പേഷ്യൻസ് കിടക്കാത്ത സ്ഥലത്ത് ഭിത്തി ഇടിഞ്ഞത് കൊണ്ട് മാത്രമാണ് കാഷ്വാലിറ്റി ഇത്രയും കുറഞ്ഞു നിൽക്കുന്നത്. ആ സ്ഥലത്താണ് ബാത്റൂം ഇരിക്കുന്നത്. അപ്പൊ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സ് ആ ബാത്റൂമിലേക്ക് പോവുകയും അത് ഉപയോഗിക്കുകയും ചെയ്യും. 2 വാർഡുകളും പേഷ്യൻസ് ഉള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ 2 ബാത്റൂമും അവിടെ ഉപയോഗശൂന്യമല്ല, ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഒരു ബാത്റൂം മാത്രമാണ് ഉപയോഗശൂന്യമായിട്ടുള്ളത്. എന്തായാലും ന്യായീകരിക്കാനെത്തിയവരുടെ കള്ളങ്ങളെല്ലാം ഇവിടെ പൊളിഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇനിയും ന്യായീകരണവുമായിട്ട് മുന്നോട്ട് വരുന്ന കമന്റോളികൾ തന്നെയാണ്. എന്തായാലും ചാണ്ടി ഉമ്മൻ കാണിച്ച അത്രത്തോളം സപ്പോർട്ടോ സഹകരണമോ പോലും മറ്റുള്ളവർ കാണിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല എന്ന് നമുക്ക് കാണാവുന്നത് തന്നെയാണ്. ഈ ഒരു പ്രശ്നം നടക്കുമ്പോൾ മന്ത്രി വാസവൻ പറഞ്ഞത് ഈ ഒരു വിഷയത്തിനെ എല്ലാവരും രാഷ്ട്രീയമായി കാണുകയാണ് എന്ന് പറയുന്ന അവർ തന്നെ ആട്ടം ചെയ്ത് നമ്മൾ പെട്ടെന്ന് ബോഡി വിട്ടുകൊടുക്കുമ്പോഴും അതിനു മുന്നിലും കിടന്ന പല കുറ്റങ്ങളും UDFന്റെ തലയിലേക്ക് ഇടാൻ വഴി ശ്രമിച്ചത് അതൊരു രാഷ്ട്രീയമായി നമ്മൾ എടുക്കാൻ പാടില്ല എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. സ്വന്തം ജില്ലയിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും മനസ്സിലാവാതെ അല്ലെങ്കിൽ മനസ്സിലാക്കാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അത് നമ്മൾ കാണാതെ പോകരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ നഷ്ടം ആ കുടുംബത്തിന് മാത്രമാണ്. എന്തായാലും ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് ഈ ഒരു MBBS വിദ്യാർത്ഥി തന്നെ പറയുന്നുണ്ട്. കട്ടിലോടെ പൊക്കി പലരെയും എടുത്തോണ്ട് ഓടി എന്നുള്ള രീതിയിൽ തന്നെയാണ് പലരും നമുക്ക് ന്യൂസിലൂടെ കാണാൻ സാധിച്ചത്. എന്തായാലും ഈ മന്ത്രിമാർ പറഞ്ഞിട്ടുള്ള കള്ളങ്ങൾ പൊളിച്ചെടുക്കുന്ന രീതിയിൽ തന്നെയാണ് കൂട്ടിരിപ്പുകാരെത്തിയിട്ടുള്ളത്. അവരെല്ലാവരും ഉപയോഗിച്ചിരുന്ന ബാത്റൂമാണ്. അതുപോലെ തന്നെ അവിടെ ആൾതാമസമില്ലെങ്കിൽ പിന്നെ ഞങ്ങളെയൊക്കെ എന്തിനു മാറ്റി എന്നുള്ളത് രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് അവർ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അനാസ്ഥകൾ ഒരുപാട് തന്നെയുണ്ട്. അത് അംഗീകരിക്കാനുള്ളൊരു മനസ്സെന്തായാലും ഇല്ല എന്ന് നമുക്ക് കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായതാണ്. ഇനിയും അധികാര കസേരയിൽ ഇരുന്ന് നഷ്ടപ്പെടുന്നവന്റെ വേദന മനസ്സിലാക്കാതെയുള്ള ഇത്തരം പരാമർശങ്ങൾ മുന്നോട്ട് കൊണ്ടുവരരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമ്മളേവരും മെഡിക്കൽ കോളേജ് പോലെ അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ തിരഞ്ഞെടുക്കുന്നത് നല്ല ചികിത്സയോ അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥകൾ മൂലം നമ്മൾ പോകുന്നതാണ്. അങ്ങനെ പോകുന്നവർക്ക് കിട്ടുന്ന ഒരു തിരിച്ചടി തന്നെ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു അവഗണന തന്നെയാണ് ഇതെല്ലാം. സത്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ഒരു കെട്ടിടത്തിന് 2013 അപകട സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് മന്ത്രി തന്നെ മുന്നോട്ട് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടും അവിടെ ഇപ്പോഴും ആൾക്കാർ താമസിച്ചിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആ ഇടിഞ്ഞു വീണ കെട്ടിടത്തിൽ തന്നെ കുറെ മാസങ്ങളോളം നമുക്കും നിൽക്കേണ്ടി വന്നത് ഓർക്കുകയാണ് ഞാൻ ഈ നിമിഷം. വളരെ വിഷമഘട്ടങ്ങൾ തന്നെയായിരുന്നു അത്. തിരിച്ചു പോരുമ്പോൾ കൂടെ അമ്മയില്ല എന്നുള്ളൊരു വിഷമത്തിൽ തന്നെയാണ് ഇത്രത്തോളം സിറ്റുവേഷൻസ് ഇല്ലെങ്കിൽ പോലും നമുക്കും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ആ ഒരു വേദന എനിക്ക് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കുടുംബത്തിന്റെ വേദനയിൽ നമ്മൾ പങ്കുചേരുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.
ബൈ.